ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। କାରଣ ତାଙ୍କର ଦୟା ଅନନ୍ତ କାଳ ସ୍ଥାୟୀ। କାରଣ ତାଙ୍କର ଦୟା ଅନନ୍ତ କାଳ ସ୍ଥାୟୀ। ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ଦେବ ମାନଙ୍କର ଦେବଙ୍କର ଧନ୍ୟବାଦ କର, ରାଜା ମାନଙ୍କର ରାଜାଙ୍କର ଧନ୍ୟବାଦ କର। പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവമക്കളെ, വലിയവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വന്നു ചേരുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകളായി പവർ വിഷനിലൂടെ എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്ക് കേൾക്കുന്ന ഈ സന്ദേശത്തിൽ കാതോർത്തിരിക്കുന്ന ധാരാളം ദൈവമക്കളെ ഈ നാളിൽ എൻ്റെ യാത്രാവേളയിൽ കാണുവാനും പരിചയപ്പെടാനും ദൈവം സഹായിച്ചു. മിഷൻ്റെ ഓഫീസിലേക്ക് അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ, ഈജിയം ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള വളരെ ആത്മഭാരത്തോടെയുള്ള ആ അന്വേഷണം, ഇതെല്ലാം വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും എല്ലാം നിങ്ങൾ ബന്ധപ്പെടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന മിഷൻ്റെ ഓഫീസിലെ വാട്സപ്പ് നമ്പറാണ്. ആ നമ്പറിൽ വിളിക്കാം, ആ നമ്പറിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം. മിഷൻ്റെ ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. ജൂലൈ ഓഗസ്റ്റ് 2 മാസം നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് വഴി മാത്രമേ ബന്ധപ്പെടാനായിട്ട് കഴിയൂ. ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ്. ഈ വേലയെ ഓർത്ത് നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം. വലിയ ആഗ്രഹവും വാഞ്ചയും നമ്മുടെ ഉള്ളിലുണ്ട്. പരമാവധി കർത്താവിൻ്റെ വേല ചെയ്തു തീർക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും വയ്യാത്തൊരു കാലം വരുമല്ലോ. നമുക്കാർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു ദിവസം വ്യക്തിപരമായി നമുക്ക് നേരിടാം. രോഗത്തിലാകാം, അനർത്ഥങ്ങളിലാകാം, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളിലാകാം, നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളുടെ നിർജീവാവസ്ഥയിലാകാം, പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ രോഗികളാകാം. ഏതു തരത്തിലായാലും നമുക്കൊക്കെ വയ്യാത്തൊരു കാലം വരും ദൈവമക്കളെ. ഇന്ന് നമുക്ക് എന്ത് സാധിക്കുന്നുവോ അത് മാത്രമേ നമുക്കിന്ന് ചെയ്യാനായിട്ട് കഴിയൂ. സാധിക്കുന്നിടത്തോളം അവന് വേണ്ടി ചെയ്തിട്ട് വേണം പോകാൻ. കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്തിട്ട് വേണം പോകാൻ. അത്ര മനോഹരമാണ് കർത്താവിൻ്റെ വേല. അത് ജീവിതത്തിൽ വലിയൊരു ദാഹമായി നമ്മൾ ഏറ്റെടുക്കണം. ഈജിയം ഓഫ് ഇന്ത്യ അതിനുവേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ഗോസ്പൽ ടീം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീമിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ വേലയുടെ പിന്നാമ്പുറം നിൽക്കണം. മിഷനെ സംബന്ധിച്ചിടത്തോളം മിഷൻ ഒരു സഭയെയും പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യാറില്ല. ഒരു സഭയ്ക്കും ഒരു സംഘടനയ്ക്കും ഈജിയം ഓഫ് ഇന്ത്യ എതിരല്ല. ഒരു കർത്താവിൻ്റെ വേലക്കാർക്കും എതിരായി സംസാരിക്കാറില്ല. കർത്താവിൻ്റെ വേലയെ
സ്നേഹിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് EGM ഓഫ് ഇന്ത്യ. അതിൻ്റെ ആപ്തവാക്യം ഇതാണ്: ക്രിസ്തേശുവിൽ നമ്മൾ ഒന്നത്രേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി സ്ഥാപിതമായ, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അതും ഒരിക്കലും കർത്താവിനെ കുറിച്ച് കേൾക്കാത്ത ഗ്രാമങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന ഈ വേലയുടെ ഭാഗമായി തീരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലൊക്കെ നിങ്ങൾ ബന്ധപ്പെടണം എന്ന് നിങ്ങളെ സവിനയം ഓർപ്പിക്കുകയാണ്. ഈ നാളിൽ നമ്മൾ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിപ്പാനായിട്ട് ആഗ്രഹിക്കും. താല്പര്യമുള്ളവർ മിഷന്റെ ഓഫീസുമായി ബന്ധപ്പെടണം. കർത്താവിൻ്റെ വേല ഏതെല്ലാം മേഖലകളിൽ വർദ്ധിപ്പിക്കാമോ അതിനുവേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ മിഷൻ പ്രാപ്തമാണ്, മിഷൻ ഒരുക്കമാണ്. നിങ്ങളെ ആ വേലയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന യോശുവയുടെ പുസ്തകത്തെ സംബന്ധിച്ചാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ്. 3 കാര്യങ്ങളാണ് 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം. 1, പരിച്ഛേദന പുനഃസ്ഥാപിച്ചു. 2, ഗിൽഗാലിൽ വെച്ച് കനാൻ നാട്ടിലെ ആദ്യത്തെ പെസഹ അവർ ആചരിച്ചു. 3, സ്വർഗീയ സൈന്യാധിപൻ കനാൻ നാട്ടിൽ വെച്ച് യോശുവായ്ക്ക് നേരിട്ട് പ്രത്യക്ഷനായി. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ അടങ്ങിയതാണ് 5-ാമത്തെ അധ്യായം. നമ്മൾ ഈ അധ്യായം പഠിച്ചിട്ടുണ്ടാകാം ഇതിനു മുമ്പ്. ഇതിൽ നിന്നെല്ലാം ധാരാളം ചിന്തകൾ കേട്ടിട്ടുണ്ടാകാം. 1-ാമത്തെ വിഷയം ഇതാണ്: പരിച്ഛേദന. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മോശ പരിച്ഛേദനയെക്കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്: നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനെയും നിന്റെ സന്തതിയല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽപ്പിക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം അബ്രാഹാമും ചെയ്ത ഒരു നിയമത്തിന്റെ ഭാഗമാണ് പരിച്ഛേദന എന്നാണ്. ഇതര ജാതികളിൽ നിന്നും ജനത്തെ വേർതിരിച്ച് നിർത്തുന്നതിന് പരിച്ഛേദന സഹായിച്ചു. മറ്റൊന്ന്, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ അടയാളവുമായിരുന്നു പരിച്ഛേദന. പരിച്ഛേദന വേർപാടിന്റെ അടയാളമാണ്. പരിച്ഛേദന വിശ്വാസനീതിയുടെ അടയാളമാണ്. അത് എല്ലാ ഇസ്രായേലിനും ഏൽക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു.
അബ്രഹാമിന്റെ കാലത്ത് അതിന് നിയമം ക്രമീകരിച്ചു. എഴുതപ്പെട്ട പ്രമാണങ്ങളൊന്നും ആയിരുന്നില്ലെങ്കിലും വാമൊഴിയായി അവർക്ക് ലഭിച്ചിരുന്നു പരിച്ഛേദനയെ സംബന്ധിച്ച്. അബ്രഹാം അത് അങ്ങനെ തന്നെ ചെയ്തിരുന്നു. പുരുഷ പ്രജയെല്ലാം പരിച്ഛേദനയേറ്റു. അവരുടെ വീട്ടിൽ ജനിക്കുന്ന എല്ലാ ദാസന്മാരും, അവർ വില കൊടുത്തു വാങ്ങുന്ന ദാസന്മാരും പരിച്ഛേദന ഏറ്റേ മതിയാകുമായിരുന്നുള്ളൂ. അവർക്കൊരു വേർപാട് അനിവാര്യമായിരുന്നു. അവിടെ പറയുന്നു 8-ാം നാളിലാണ് പരിച്ഛേദന. അതിന് സയന്റിഫിക് ആയിട്ട് തന്നെ ഒരു കാര്യം അതിൽ മറഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിപ്പിക്കുന്ന ഒരു ജീവകമാണല്ലോ പത്രോബിൻ കെ എന്ന് പറയുന്ന ജീവകം. അത് ഒരു ശിശുവിൽ ഉണ്ടാകാൻ തുടങ്ങുന്നത് 8-ാം നാൾ മുതലാണ്. അതുകൊണ്ട് മാക്സിമം നേരത്തെ, പരമാവധി നേരത്തെ അഗ്രചർമ്മം കട്ട് ചെയ്യണം. അവിടെ പ്രായമല്ല പ്രശ്നം. യഹോവയുടെ നിയമങ്ങളോട്, പിതാക്കന്മാരുടെ നിയമങ്ങളോട് മാനസികമായി യോജിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളമായിരുന്നു പരിച്ഛേദന. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പരിച്ഛേദനയുമല്ല, അഗ്രചർമ്മവുമല്ല കാര്യം. വിശുദ്ധ പൗലോസ് അതിന് ഒരു വിലയും കൽപ്പിച്ചില്ല. പരിച്ഛേദനയെ കർത്താവ് കാൽവറിയിൽ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് പഠിപ്പിച്ചു. 1-ാം നൂറ്റാണ്ടിൽ ചുരുക്കം ചില കാലയളവിലൊക്കെ ക്രിസ്തീയ സഭയിൽ അത് ഉപദേശിക്കപ്പെട്ടു. വിശ്വാസത്തിൽ വന്നാലും വിശ്വാസികളും പരിച്ഛേദന ഏൽക്കണമെന്ന് ഉപദേശം വളർന്നു വന്നിരുന്നു. എന്നാൽ യെരുശലേം സുന്നഹദോസിൽ വെച്ച് അതിന്റെ മേലൊരു തീരുമാനമുണ്ടായി. വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിച്ച ഒരു വ്യക്തി അവൻ ഇനി പരിച്ഛേദനയുടെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന്റെ അടയാളമായി സ്നാനം നിലവിൽ വരികയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, പ്രായം നോക്കാതെ, വർഗവും വർണ്ണവും നോക്കാതെ പരിച്ഛേദനയേറ്റ് വേർപെട്ടു നിൽക്കാൻ ആരെയും അനുവദിച്ചിരുന്നു. പഴയ നിയമകാലത്ത് പരിച്ഛേദന വേർപാടിന്റെയും വിശുദ്ധിയുടെയും അടയാളമായിരുന്നു. കനാൻ നാട്ടിൽ ജീവിക്കുന്നവരെല്ലാം പരിച്ഛേദന ഏൽക്കണം. എന്നാൽ അവരുടെ മരുപ്രയാണത്തിൽ ജനിച്ച മക്കൾക്ക് പരിച്ഛേദന ഏൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചിരുന്നില്ല. എന്നാൽ യോർദാൻ കടന്നു വന്നപ്പോൾ യഹോവയായ ദൈവം യോശുവയോട് കൽപ്പിച്ചിട്ട് പരിച്ഛേദന ഏൽക്കാനുള്ള സംവിധാനം യോശുവ ഒരുക്കുകയാണ്. മരുഭൂമിയിൽ വെച്ച് ജനിച്ച തലമുറകൾക്കെല്ലാം പരിച്ഛേദന കൊടുത്തു. ആ പരിച്ഛേദനയെ സംബന്ധിച്ച് സവിസ്തരം പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കുന്നത്. പുറപ്പാട് പുസ്തകം 4:24 മുതൽ 26 വരെ വായിക്കുമ്പോൾ മോശയുടെ മകന്റെ പരിച്ഛേദനയെ സംബന്ധിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പരിച്ഛേദന ഏറ്റ ശേഷം മിസ്രയീമിന്റെ നിന്ന അവരെ വിട്ട് പോയി.
പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വ്യക്തമായ വേർപാടും വിശുദ്ധിയും പാലിക്കണം. നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത്. സ്നാനമേറ്റ കർത്താവിനെ രക്ഷകനുമായി സ്വീകരിച്ച വിശുദ്ധിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പേര് നേടിയ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിലെങ്കിലും ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സകലരും ഈ വേർപാടിൻ്റെ, ഈ വിശുദ്ധീകരണത്തിൻ്റെ, ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ വഴിയിൽ കഴിയേണ്ടത് ആവശ്യമാണ്. സ്നാനം സ്വീകരിച്ചവരും സ്നാനം സ്വീകരിക്കാത്തവരും തമ്മിൽ, വിശ്വാസം സ്വീകരിച്ചവരും അവിശ്വാസികളും തമ്മിൽ, ലോകമനുഷ്യനും ദൈവമക്കളും തമ്മിൽ കൃത്യമായ അകലം പാലിക്കാൻ ബാധ്യതയില്ല. നമ്മൾക്ക് നിശ്ചയമായും ബാധ്യതയുണ്ട്. ഉത്തരവാദിത്വമില്ല നമ്മൾക്ക്, നിശ്ചയമായും ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. ജാതികളെ പോലും ലജ്ജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ പലപ്പോഴും കാഴ്ചവെക്കുന്നത്. സഭകൾ തമ്മിലുള്ള പോരാട്ടം, സംഘടനകൾ തമ്മിലുള്ള പോരാട്ടം, വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം, കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടം, വ്യക്തികളും തമ്മിലുള്ള യുദ്ധം. ഇതല്ലേ നമ്മൾ ഇന്ന് കാണുന്നത്. എങ്ങനെ നമ്മൾക്ക് കനാൻ നാട്ടിൽ ജീവിക്കാൻ സാധിക്കും? എങ്ങനെ നമ്മൾക്ക് കനാനിൽ കഴിയാൻ കഴിയും? എങ്ങനെ നമ്മൾക്ക് കനാൻ നാട്ടിൽ ഒരു ജയജീവിതം നയിക്കാൻ സാധിക്കും? ശാന്തമായി ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ജീവിതം കൂടാതെ സ്വർഗീയ കനാനിൽ ജീവിക്കാൻ കഴിയില്ല. പരിച്ഛേദന കൂടാതെ കനാൻ നാട്ടിൽ ആർക്കും ജീവിക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ സ്വർഗീയ കനാനിൽ വിശുദ്ധ ജീവിതം കൂടാതെ, നീതീകരണം കൂടാതെ, വിശുദ്ധീകരണം കൂടാതെ നിത്യതയിൽ കഴിയാൻ കഴിയില്ല. നീതീകരണം പ്രാപിച്ചവൻ നാൾതോറും വിശുദ്ധീകരണം പ്രാപിക്കണം. നാൾതോറും വിശുദ്ധീകരണം പ്രാപിച്ചാൽ ഒരു നാളിൽ നമ്മൾ തേജസ്കരിക്കപ്പെടും. ഇത് പൗലോസ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിലെ വിഷയമാണ്. പ്രിയരേ, ജീവിതത്തിൽ ഒരു വേർപാട് വേണ്ടേ? എല്ലാവരും പറയുന്നത് നമുക്ക് പറഞ്ഞുകൂടാ, എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ചെയ്തുകൂടാ. പലരുടെയും വരുമാന മാർഗങ്ങൾ നമുക്ക് ഒത്തുപോകുന്നതല്ല. അശുദ്ധമായ വരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. തിന്മപ്പെട്ട ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കരുത്. അവിശുദ്ധമായ ജീവിതം നമ്മളെ തകർത്ത് കളയും. ദൈവത്തിന് പ്രസാദമല്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഏർപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ എപ്പോഴാണ് നമ്മൾ മരണയോർദാൻ കടക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾക്കാർക്കും അറിയില്ലല്ലോ. ഏത് സമയത്തും അത് സംഭവിക്കാം, ഏത് കാലത്തും അത് സംഭവിക്കാം. എന്നാൽ അതിന് നടുവിൽ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം പൂർത്തീകരിക്കപ്പെടാൻ സർവശക്തനായ കർത്താവിൻ്റെ അരുമയാർന്ന സഹായം നമുക്ക് കൂടിയേ കഴിയൂ. നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഞാൻ ആ ഭാഗം വിടട്ടെ ദൈവമക്കളെ. പരിച്ഛേദന ആ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതായിരുന്നു. ഇന്ന് വിശുദ്ധിയും വേർപാടും ഒഴിവാക്കാൻ കഴിയാത്തതാണ്. നീതീകരണം ഒഴിവാക്കാൻ കഴിയാത്തതാണ്. എന്തിനു വേണ്ടി? ഒരു തേജസ്കരണം നമ്മുടെ മുൻപിൽ കാത്തിരിക്കുന്നു. ഒരു നിത്യത നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് വിഷയം. അവിടേക്കാണ് നമ്മുടെ യാത്ര. ആ യാത്രയിലാണ്
നാം ജയം പ്രാപിക്കേണ്ടത്. അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് എന്ന് പരിച്ഛേദനയേറ്റ അന്ന്, പരിച്ഛേദന ഏൽക്കുമ്പോൾ അടിമത്വത്തിന്റെ നിന്ന നീങ്ങിപ്പോകുന്നു. പരിച്ഛേദന ഏൽക്കുമ്പോൾ പൈശാചികമായ ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. ദൈവഭാഗത്തെത്തി ദൈവത്തോട് ചേർന്നിരിക്കുന്നു. ദൈവജനം എന്ന് പറയുന്ന ആ ഗണത്തോട് ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവായിരുന്നു അത്. അങ്ങനെ പരിച്ഛേദനയേറ്റ ആ സ്ഥലത്തിന് ഗിൽഗാൽ അഥവാ ഉരുൾ അഥവാ ഉരുണ്ടുപോയി എന്ന് അർത്ഥം. അന്നു മുതൽ ആ സ്ഥലത്തിന് ഗിൽഗാലിന് ഒരു പുതിയ പേര് വന്നു. ആ കാലം വരെയും ഉണ്ടായിരുന്ന പുരാതന നാമം മാറി ഗിൽഗാൽ എന്ന പേരായി ഉരുണ്ടുപോയി എന്ന അർത്ഥത്തിൽ. പരിച്ഛേദനയേറ്റ സ്ഥലം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗിൽഗാലിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണല്ലോ. ഞാൻ വിശദീകരിക്കാതെ മുൻപോട്ട് വരട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ എപ്പിസോഡുകളെല്ലാം EGM ഓഫ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ലഭ്യമാണ്. നിങ്ങളത് കാണണം, നിങ്ങളത് ഉപയോഗിക്കണം, പ്രയോജനപ്പെടുത്തണം. എൻ്റെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് തുടർമാനമായി കാണുവാനായിട്ട് സാധിക്കും. ഈ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. അവർ മിസ്രയീം വിട്ടതിന്റെ ഓർമ്മയ്ക്കായി, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ഓർമ്മയ്ക്കായി ഊനമില്ലാത്ത കുഞ്ഞാടിനെ എടുത്ത് അറുത്ത് രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയാണ് രക്ഷപ്പെട്ടത് എന്ന് യോർദാൻ കഴിഞ്ഞപ്പോൾ എല്ലാ തലമുറയ്ക്കും ബോധ്യമാകുമാറ് അവർ പെസഹ ആചരിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും അവർ ഭക്ഷിച്ചു. പിറ്റേ ദിവസം മന്ന നിന്നുപോയി. അന്ന് വരെ ദൈവജനത്തിന്റെ ആഹാരം സ്വർഗീയമായ മന്നയായിരുന്നു. അവർ കനാൻ നാട്ടിലെ വിളവ് ഭക്ഷിച്ച സമയം മുതൽ മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന സ്വർഗത്തിൽ നിന്ന് കിട്ടിയില്ല. ഇന്ന് ദൈവജനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വർഗീയമായ മന്നയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയമായ മന്നയാണ്. അതൊരു ദിവസത്തേക്ക് തീർന്നു പോകുന്നതല്ല, നിത്യത വരെയും നിലനിൽക്കുന്ന നിത്യവചനമാണ് പുതിയ നിയമസഭയുടെ മന്ന. പ്രിയമുള്ളവരെ, 13-14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ സൈന്യാധിപൻ യോശുവായ്ക്ക് വെളിപ്പെടുന്നു. ഒരു ദിവ്യമായ ദർശനം യോശുവായ്ക്ക് ലഭിക്കുകയാണ്. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് ആ ദൂതൻ അവനെ അറിയിച്ചു. സ്വർഗീയമായ കൽപ്പന യോശുവയെ അറിയിച്ചു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ ചെരുപ്പ് അഴിച്ചു കളക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, അന്ന് യഹോവയായ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ തന്നെ ഇവിടെ ഇതാ കനാൻ നാട്ടിൽ യോശുവായ്ക്ക് യഹോവ വെളിപ്പെട്ടു. അവൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റി വിശുദ്ധിയുടെ വഴിയിൽ ഉറപ്പിച്ചു.
വചനം കേൾക്കും ദൈവമക്കളെ, നമുക്കും നിത്യതയ്ക്കായിട്ട് ഒരുങ്ങണ്ടേ? നമുക്കും നിത്യതയിൽ ജീവിക്കണ്ടേ? നമുക്കും സ്വർഗീയ നന്മകൾ അനുഭവിക്കണ്ടേ? നമുക്കും സ്വർഗീയ മഹത്വത്തെ അനുഭവിക്കണ്ടേ? കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനപ്രകാരം ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. വചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും തരണം. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.